നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വരുന്നത് ചില പ്രധാന പ്രശ്നങ്ങൾ, സാധാരണക്കാരൻ നേരിടുന്ന ചില പ്രധാന പ്രശ്നങ്ങൾ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എല്ലാവരും പറയും, കണ്ടോ ദുബായ് കണ്ടോ, ഇല്ലെങ്കിൽ യൂറോപ്യൻ നഗരങ്ങൾ കണ്ടോ, അമേരിക്കൻ നഗരങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പലപ്പോഴും ഇവിടെ അത് അതുപോലെ ഒന്നും നടക്കാത്ത ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിച്ച ഒരാൾ തന്നെ ഒരിക്കൽ പുള്ളിയെ തന്നെ ഞാൻ ചോദിച്ചു, പുള്ളി നിയമം ലംഘിച്ച് കയറി വരുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്ക് കയറി വരുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ നിയമം ലംഘിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഇന്ത്യയിലൊന്നും നടക്കില്ല, കേരളത്തിലൊന്നും നടക്കില്ല, അമേരിക്കയിലും ദുബായിലും ഒക്കെ നടക്കുള്ളൂ എന്ന് പറയും, നിങ്ങൾ എന്തിനാണ് അത് 8 മണി വരെ നിയമമില്ല, അത് കഴിഞ്ഞേ ഉള്ളൂ നിയമം എന്ന് പറഞ്ഞ്, അതായത് സ്വന്തം ആവശ്യത്തിന് നിയമങ്ങൾ വളച്ചൊടിച്ച് ലംഘിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വേറൊന്നുമല്ല, അങ്ങോളം ഇങ്ങോളം നിയമലംഘനമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നിയമങ്ങൾ പാലിക്കുവാൻ നമ്മൾ പ്രതിബദ്ധരാണെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എന്ന് വരുന്നു, അന്നേ നമ്മുടെ രാജ്യം നന്നാവുള്ളൂ. എത്രയൊക്കെ പുരോഗതി നമ്മൾ കൈവരിച്ചാലും രാജ്യം വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്തണമെങ്കിൽ നമ്മൾ നിയമപാലകരായിരിക്കണം, നിയമം പാലിക്കുന്നവരായിരിക്കണം. പക്ഷെ നിങ്ങളുടെ കൂടെ ഒരു കാര്യത്തിൽ ഞാനുണ്ട്. ഏറ്റവും വലിയ നിയമലംഘകൻ സർക്കാർ തന്നെയാണ്, ഏത് സർക്കാരായാലും. ഞാൻ LDF സർക്കാരോ UDF സർക്കാരോ എന്ന് പറയുന്നില്ല. ഏത് സർക്കാരും അധികാരത്തിൽ വന്നാൽ, ഇനിയിപ്പോ BJP സർക്കാരും അധികാരത്തിൽ വന്നാൽ നമുക്ക് പറയാൻ വയ്യ, ഇതുവരെ കണ്ടിരിക്കുന്ന ഒരു പ്രവണത വെച്ച്, കാരണം ഈ നിയമം നടപ്പാക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥര് നിയമം ലംഘനമാണ്, നിയമം നടപ്പാക്കുന്നില്ല എന്ന് മാത്രമല്ല നിയമലംഘനമാണ് നടത്തുന്നത് എന്നുള്ള ഒരു വസ്തുത ഞാൻ നിങ്ങളിൽ കൊണ്ടുവരികയാണ്. ഉദാഹരണത്തിന്, ഞാൻ തിരുവനന്തപുരം നഗര റോഡ് വികസന പദ്ധതി ചെയ്യുമ്പോൾ 2008 ഒരു പദ്ധതി പുനരുദ്ധരിച്ച്, അതായത് നിന്നുപോയ പദ്ധതി VS അച്യുതാനന്ദൻ സർക്കാർ ഉദ്ധരിച്ച് അത് രണ്ടാമതൊരു ഇനോഗ്രേഷൻ നടത്തി. ആ ഇനോഗ്രേഷൻ പേരൂർക്കട വെച്ചാണ് നടത്തിയത്, പേരൂർക്കട ജംഗ്ഷൻ. ആ ഇനോഗ്രേഷൻ നടത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് എടുത്ത് പറഞ്ഞു, പേരൂർക്കട ജംഗ്ഷനിൽ ഒരു പന്തൽ കെട്ടണം എന്നൊക്കെ. അപ്പൊ നമ്മളിപ്പോ കാണാറുണ്ടല്ലോ പലയിടത്തും പന്തൽ കെട്ടി. നമുക്കറിയാം, വഞ്ചൂര് തന്നെ റോഡ് ക്ലോസ് ചെയ്ത് പന്തൽ കെട്ടി ചെയ്ത ഒരു കഥ നമുക്കറിയാം. അങ്ങനെ പന്തൽ കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിനെ ധരിപ്പിച്ചു, റോഡിൽ പന്തൽ കെട്ടുന്ന, റോഡിൽ യാതൊരു തടസ്സങ്ങളും വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും അല്ലാതെ ഒരു തടസ്സവും വരാൻ പാടില്ല. ഈ റോഡിന്റെ 15 വർഷത്തെ പരിപാലനം ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് അത് സമ്മതിക്കാൻ പറ്റില്ല, ഞങ്ങളത് തടസ്സം പറയും. ആ തടസ്സത്തിനെ മറികടന്ന് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ടത് ഞങ്ങളുടെ കടമയാണ്, കാരണം ഞങ്ങളുടെ കയ്യിലാണ് ആ റോഡ്. അപ്പൊ ഞാനിത് VS അച്യുതാനന്ദൻ CM ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിനെ അറിയിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു വരാം, ഒരു അരമണിക്കൂറിനകത്ത് VS-മായിട്ട് സംസാരിച്ച് CM-മായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, CM ഒരു കാരണവശാലും ഇങ്ങനൊരു നിയമമുണ്ടെങ്കിൽ റോഡിൽ വെച്ച് ഒരു പരിപാടിയും പാടില്ല, അതുകൊണ്ട് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി നോക്കി ചെയ്യണം, അതാണ് നിയമം പാലിക്കുന്ന സർക്കാർ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. VS അച്യുതാനന്ദൻ സർക്കാർ പോകുന്നവരെ 2011 വരെ
പല ഇനോഗ്രേഷൻസും, ഇപ്പം പട്ടം കവടിയാർ ഞങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്തു, ശാസ്തമംഗലം വെള്ളയമ്പലം റോഡ് ഇനോഗ്രേറ്റ് ചെയ്തു. അന്ന് പിന്നെ എം വിജയകുമാർ അദ്ദേഹം മിനിസ്റ്റർ ആയിരിക്കുന്ന കാലഘട്ടമാണ്. അദ്ദേഹം പ്രത്യേകം എൻ്റെ അടുത്ത് പറഞ്ഞു, യാതൊരു കാരണവശാലും നിങ്ങൾ ഇങ്ങനൊരു നിയമം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് കാരണം റോഡിൽ വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പാടില്ല, എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൽ വെച്ചാണ് നമ്മൾ ചെയ്തത്. ഫുട്പാത്തോ റോഡോ തടസ്സപ്പെടുത്താൻ അത് സമ്മതിച്ചിട്ടേ ഇല്ല. ഞാനിപ്പോ അത് ഈ ഒരു കഥ പറയുന്നത് വഞ്ചിയൂര് തടസ്സപ്പെടുത്തി എന്നുള്ളതല്ല, അതിന് ബന്ധമുണ്ട് എന്ന് വിചാരിച്ചോളൂ, അത് പ്രേക്ഷകരുടെ മനോധർമ്മത്തിൽ വിടുന്നു. പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ഫുട്പാത്ത് തടസ്സപ്പെടുത്തരുത് എന്നുള്ള നിയമം ഇന്നും നിലവിലുണ്ട്. അടിസ്ഥാനപരമായ നിയമത്തിന് ഉപരിയായിട്ട് ഹൈക്കോടതി പ്രത്യേകം ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഇഷ്യൂവിനെതിരായിട്ട് പ്രത്യേക ഓർഡർ പാസ്സാക്കിയിട്ടുണ്ട്. ഫുട്പാത്തും ഒന്നും കയ്യേറി ആരും ഒന്നും സമരവും ഒന്നും ചെയ്യാൻ പാടില്ല, റോഡ് കയ്യേറി സമരം ചെയ്യാൻ പാടില്ല, റോഡ് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക ഓർഡർ ഉണ്ട്. അതുകൂടാതെ തിരുവനന്തപുരം ചേംബർ ഓഫ് കോമേഴ്സ് രാജ്ഭവന്റെ മുമ്പിലും സെക്രട്ടേറിയറ്റിലും മാർഗതടസ്സമുണ്ടാക്കുന്ന സമരങ്ങളും ധർണകൾക്കും എതിരായിട്ട് കേസ് കൊടുത്ത് അതിന് വേറൊരു ഓർഡർ ഹൈക്കോടതി പാസ്സാക്കിയിട്ടുണ്ട്. ഈ പഴയുള്ള ഓർഡറുകൾ പരാമർശിച്ചുകൊണ്ട് സർക്കാർ എന്തുകൊണ്ട് ഇത് പാലിക്കുന്നില്ല എന്നും പറഞ്ഞ് ഒരു അന്ത്യശാസനം പോലെ കൊടുത്തൊരു ഓർഡർ പാസ്സാക്കിയിട്ടുണ്ട്. ഈ ഓർഡറുകളെല്ലാം കാറ്റിൽ പറത്തി ഈ കഴിഞ്ഞ 4 ദിവസമായിട്ട്, ഇന്ന് ജനുവരി 17, കഴിഞ്ഞ 4 ദിവസമായിട്ട് രാജ്ഭവന്റെ മുമ്പിൽ ഫുട്പാത്ത് കയ്യേറി ആണ് സമരം, റോഡിന്റെ പകുതി കയ്യേറി സമരം, പലപ്പോഴും റോഡ് ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പൊ ഇതിനൊന്നും പ്രതിവിധി ഇല്ലേ എന്ന് ചോദിക്കും. പ്രതിവിധി തീർച്ചയായിട്ടും ഉണ്ട്. എന്താ വേണ്ടത്? ആരെയും സമ്മതിക്കാതിരുന്നാൽ മതി. ഇവരൊന്നും ഇപ്പം കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റുകാരായാലും CPM ആയാലും അവിടെ ഇരിക്കണമെന്ന് അവർക്ക് വാശിയൊന്നുമില്ല. ഗവൺമെന്റ് തലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ എങ്കിലും ഒരു ലീഡർഷിപ്പ് എടുത്ത് എല്ലാ പാർട്ടികളെയും വിളിച്ച് ഒന്നിച്ചിരുത്തി ഒരു കൺസെൻസസ് കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ചെയ്യില്ല. അത് ചെയ്യാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ ഓർഡറുകൾ ഹൈക്കോടതി ഇറക്കേണ്ടി വരുന്നത്. ഇറക്കിയിട്ട് എന്താ? അത് കാറ്റിൽ പറത്തുകയാണ്. അപ്പൊ ഹൈക്കോടതിക്ക് വിലയില്ലേ? ആലോചിച്ച് നോക്കുക. ഹൈക്കോടതി ഓർഡറിന് സർക്കാർ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ എന്നെയും നിങ്ങളെയും പോലുള്ള ആൾക്കാർ എന്തിനു പിന്നെ നിയമത്തിന് വില കൊടുക്കണം? നമ്മൾ എന്തിനു നിയമം പാലിക്കണം? ഇതാണ് നമ്മുടെ ഓരോരുത്തരെയും അലട്ടുന്ന ഒരു പ്രശ്നം. ഈ പ്രശ്നത്തിന്റെ ഒരു പരിഹാരം കാണണം. ഇത് ഞാൻ നിങ്ങളിലേക്ക് വരുന്നത് ഇതെല്ലാം കൊഞ്ഞനം കാണിക്കുന്നതാണ്. നിയമത്തിനെ കൊഞ്ഞനം കാണിക്കുക ആരാണ്? സർക്കാർ. സർക്കാരാണ് നമുക്ക് എക്സാമ്പിള് തരേണ്ടത്. സാധാരണക്കാരന് എക്സാമ്പിളായിട്ട് നിൽക്കേണ്ട സർക്കാരാണ്. കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഇതുപോലെ ഒരു ഫുട്പാത്ത് കയ്യേറി ഒരു ഫംഗ്ഷൻ ഇവിടെ നടത്തിയപ്പോൾ, കവടിയാർ ജംഗ്ഷനിൽ നടത്തിയപ്പോൾ, ഞാൻ അതിനെതിരായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ എൻ്റെ അവകാശമാണ് ഫുട്പാത്ത് എന്ന് പറയുന്നത്, ഒരു കാൽനടക്കാരൻ്റെ അവകാശമാണ്. അത് 1 ഇഞ്ച് പോലും കയ്യേറാൻ വേറെ ആർക്കും അവകാശമില്ല. അപ്പം ഞാൻ ഇത് കാണിച്ചുകൊണ്ട് ഞാൻ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഞാനൊരു കേസ് ഫയൽ ചെയ്തു. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നെ ഹിയറിങ്ങിന് വിളിച്ചു. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത് വയലേറ്റ് ചെയ്ത ഏജൻസിയെ, അതും സർക്കാരിന്റെ ഒരു ഏജൻസിയാണ് വയലേറ്റ് ചെയ്തത്, ഞാൻ ഇതൊന്നും പറയുന്നില്ല, വയലേറ്റ് ചെയ്ത ഏജൻസിയെ എനിക്ക് പ്രതിക്കൂട്ടിലാക്കാൻ താല്പര്യമില്ല. കാരണം നിയമം നടപ്പാക്കാത്തത് കാരണമാണ് അവരത് നിയമം ലംഘിച്ചത്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പോലീസുകാർ നിൽപ്പുണ്ട്, ട്രാഫിക് പോലീസുകാർ നിൽപ്പുണ്ട്, എല്ലാവരും നിൽപ്പുണ്ട്. ഇവരുടെ മുമ്പിൽ വെച്ചാണ് അവർ ഈ ഫുട്പാത്ത് കയ്യേറി സമരം ചെയ്തത്. സമരമല്ല, ഒരു ഫംഗ്ഷൻ, അത് സമരമല്ല. ഞാൻ പറഞ്ഞു, പക്ഷെ ഇതിന് മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ള ഒരു ഡയറക്ഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കൊടുക്കണം. എന്താണ് മാനദണ്ഡം പാലിക്കണം എന്നുള്ളത്? കമ്മീഷണർ ഓഫ് പോലീസ് ആണ് റോഡിന്റെ
കസ്റ്റോഡിയൻ എങ്കിൽ, കാരണം ഇതിനു മുമ്പ് ഞാൻ RTI വെച്ച് ചോദിച്ചപ്പം, ഇതിനെപ്പറ്റി ചോദിച്ചപ്പം, ഈ തട്ടുകടകളും റോഡിലുള്ള മൊബൈൽ ഫാസ്റ്റ് ഫുഡും കാരണം പെഡസ്ട്രിയൻസ് മുഴുവൻ റോഡിൽ ഇറങ്ങി നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ RTI വെച്ചിട്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ചിട്ട് ചോദിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞു ഞങ്ങളല്ല റോഡിന്റെ കൈകാര്യം ചെയ്യുന്നത്, ഫുട്പാത്തും റോഡും അത് ആരാണെന്ന് പറഞ്ഞില്ല. കോർപ്പറേഷനിൽ RTI വെച്ച് ചോദിച്ചപ്പോൾ കോർപ്പറേഷൻ പറഞ്ഞു ഞങ്ങളല്ല അത് കൺട്രോൾ ചെയ്യേണ്ടത്. ട്രാഫിക് പോലീസിനടുത്ത് ചോദിച്ചപ്പോൾ അവരല്ല കൺട്രോൾ ചെയ്യേണ്ടത്. ഡിസ്ട്രിക്ട് കളക്ടർക്ക് ചോദിച്ചപ്പം അവർ പറഞ്ഞു അത് പിന്നെ വേറെ ഏജൻസീസ് ആണ് കൈകാര്യം ചെയ്യുന്നത്, കളക്ടർക്ക് അതിൽ യാതൊരു കൈകടത്താൻ യാതൊരു ഇതുമില്ല. അപ്പൊ ആരും ഉത്തരവാദിയല്ല. പിന്നെ ആരാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ആരുടെ ഈ കംപ്ലൈന്റ് ഉണ്ട്? അങ്ങനെയാണ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പോയി ഞാൻ കംപ്ലൈന്റ് ചെയ്തത്. എനിക്ക് ഹൈക്കോടതിയിൽ പോകാനുള്ള കെൽപ്പൊന്നുമില്ല. അഥവാ കോടതിയിൽ പോയി ഒരു അഡ്ജോൺമെന്റ്, ഒരു 100 അഡ്ജോൺമെന്റും ഒക്കെ പോയി നമുക്ക് ഭയമാണ്. അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പോയി അവർ വേഗം അതിന് ഓർഡർ ഇട്ടാണ്. ആ ഓർഡറിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ആ ഓർഡറിൽ ഞാൻ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞിട്ട്, ജഡ്ജിയെടുത്ത് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ഓർഡർ ഇട്ട് എൻ്റെ റെക്കമെൻഡേഷൻ ഇതുപോലുള്ള എന്ത് പരിപാടി എന്താ, യാതൊരു കാരണവശാലും ഫുട്പാത്ത് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. നമ്പർ 1, ഒരു കാരണവശാലും. 2, റോഡ് ബ്ലോക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഒരു ലെയിനേ ഉള്ളെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. അതായത് 2 ലെയിൻ റോഡ് ആണെങ്കിൽ ഒരു ലെയിൻ അങ്ങോട്ടും ഒരു ലെയിൻ ഇങ്ങോട്ടും ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനേ പാടില്ല. ഒരു ലെയിനിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു ലെയിൻ ബ്ലോക്ക് ചെയ്യാം, ബാക്കിയുള്ള ഇത് ഒരു ലെയിനിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു ലെയിൻ ബ്ലോക്ക് ചെയ്യാം, ബാക്കി 1 or 2 ലെയിൻ ഓപ്പൺ ആയിരിക്കണം. 3-ാമത്തെ പോയിന്റ് പറഞ്ഞത്, ഇത് നേരത്തെ കാലയെ കൂട്ടി പ്ലാൻ ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ ഒരാഴ്ച മുമ്പ് ഇതിന് ഈ റോഡിന്റെ ഈ ബ്ലോക്കേഡും എല്ലാം കൈകാര്യം ചെയ്ത് നമ്മൾ കാണുന്ന പോലീസുകാരാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് എന്താണ്, ഇത് പോലീസ് പിന്നെ ലോ ആൻഡ് ഓർഡർ ആണ് ഇത് കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റായിരിക്കാം, പക്ഷെ ആരാണോ ഇവർക്ക് ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അവർ ഒരാഴ്ച മുമ്പ് ഇത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം. വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഇന്ന ദിവസം ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ വെള്ളയമ്പലം കവടിയാർ റോഡിൽ ട്രാഫിക് ഒരു ലെയിൻ ബ്ലോക്ക്ഡ് ആയിരിക്കും, ഇത് നോട്ടീസ് കൊടുക്കും. കാരണം നമ്മൾ ഇവിടുന്ന് നെടുമങ്ങാട് നിന്നും കാട്ടാക്കടയിൽ നിന്നും ഒക്കെ വരുന്നവര് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും പോകാൻ കത്തിച്ച് വരുമ്പോഴാണ് ഇവർ കറക്കി ഒരു 10 കിലോമീറ്റർ ചുറ്റാൻ പറയുന്നത്. ഒരുപാട് പേര് ഫ്ലൈറ്റും ട്രെയിനും മിസ് ചെയ്ത് ഒരുപാട് പേരുടെ കേസ് എനിക്കറിയാം. ഞാൻ റോഡ് പ്രോജക്റ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഒരാഴ്ച മുമ്പ് പരസ്യപ്പെടുത്തണം, തലേ ദിവസം പ്രത്യേകം റിമൈൻഡ് ചെയ്യുകയും വേണം. ഇതാണ് 3-ാമത്തെ സജഷൻ. 4-ാമത്തെ സജഷൻ, ഇത് നേരത്തെ ഈ ഏജൻസി ആരാണോ ഇത് ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ലെയിൻ, അവര് അപ്ലൈ ചെയ്ത് അവർക്ക് പെർമിഷൻ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ വേണം. ഏജൻസി ഏതാണെന്ന്, പോലീസാണെങ്കിൽ പോലീസ്, ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ട്രാഫിക്, കളക്ടർ ആണെങ്കിൽ കളക്ടർ, എനിക്കറിയില്ല. ആ ഏജൻസിയിലോട്ട് അപ്ലൈ ചെയ്ത് അവരുടെ പെർമിഷൻ വാങ്ങിയാലേ ഇത് ചെയ്യാവൂ. 5-ാമത്തെ സജഷൻ, അങ്ങനെ പെർമിഷൻ വാങ്ങിക്കുന്ന ഏജൻസി ഈ ബ്ലോക്കേഡ് തുടങ്ങുന്നതിന്റെ മുൻപും അവസാനിക്കുന്നിടത്തും ഈ ആപ്ലിക്കേഷന്റെ ഡേറ്റും ഡീറ്റെയിൽസും പെർമിഷൻ നമ്പറും എത്ര മണി തൊട്ട് എത്ര മണി വരെ ആണെന്നുള്ളതിന്റെ ഒരു ബോർഡ് വെക്കണം. ഇത്രയുമാണ് ഞാൻ കൊടുത്ത റെക്കമെൻഡേഷൻ. ആ റെക്കമെൻഡേഷൻസ് മുഴുവൻ പാലിക്കണം എന്നും പറഞ്ഞുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓർഡർ ഇറക്കിയത്. കമ്മീഷണർക്കാണ് അത് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല കമ്മീഷണർക്ക് കൊടുക്കണമെന്ന്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കമ്മീഷണർക്കാണ് അത് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എൻ്റെ ഉദ്ദേശം, എൻ്റെ വിശ്വാസം, സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇതിന് ഉത്തരവാദി. അപ്പം ഈ നിയമപാലകർ തന്നെ നിയമം ലംഘിക്കുമ്പോൾ സാധാരണക്കാരൻ നിയമം പാലിക്കണമെന്ന് പറയാൻ ഉള്ള ഒരു സ്ട്രെങ്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സിന് ഇല്ല. ഇതാണ് സത്യാവസ്ഥ. എൻ്റെ റിക്വസ്റ്റ്, നിയമപരമായിട്ട് ഉള്ള കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് നല്ല ഒരു ലിറ്റിഗേഷൻ കൊണ്ടുവരണം. എന്നിട്ട് ഈ നിയമം നടപ്പാക്കേണ്ട വ്യക്തികൾ അവർ ഉത്തരവാദികളാക്കി മാറ്റണം. ഉത്തരവാദികളാവും. എനിക്കറിയാം അവരുടെ മേൽ വരുന്ന പ്രഷർ എന്താണെന്നുള്ള എനിക്കറിയാം. പക്ഷെ അവര് ബാധ്യസ്ഥരാണെന്നുള്ള ഒരു അൺറിട്ടൺ ബട്ട് അണ്ടർസ്റ്റുഡ് ഇതുണ്ടെങ്കിൽ
ഒരു വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും അത് പാലിക്കും. ആ പാലിക്കുകയും നമുക്കൊക്കെ ജീവിതം സുഖകരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇതിനെല്ലാം ആക്ഷൻ എടുക്കും, ആരെങ്കിലും ആക്ഷൻ എടുക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു. നമസ്കാരം.